അങ്ങനെ കശുവണ്ടി വികസന കോർപ്പറേഷൻ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ചിട്ടാണ് ഇപ്പോൾ അവർ കൊടുത്തിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. സാധാരണ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രക്രിയ മാത്രമാണത്. അതിനകത്ത് നേരത്തെ കിട്ടിയ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അപ്പോഴത്തെ ഗവൺമെൻറ് ചെയ്തത്. ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഗവൺമെൻറ്റുകളുടെ തുടർച്ച എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ പരിപാടികൾ. അതിൻ്റെ നിയമപരമായ കാര്യങ്ങളല്ലേ നടക്കും. വിഴിഞ്ഞുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദം ഉണ്ടാകുക, അവകാശ തർക്കം, ഉത്തരവാദികൾ ആര്, ഞങ്ങളല്ല ഞങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ ഒരു വ്യക്തത വരുത്തുന്നതിന് ആളുകൾക്കൊരു പുകമറയില്ലേ? പുകമറയില്ല. കാരണം ഇത് സംബന്ധിച്ച് വിഴിഞ്ഞം എന്ന് പറയുന്ന നമ്മുടെ എല്ലാം വലിയൊരു പ്രൊജക്റ്റാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ മാനസികമായി വിഴിഞ്ഞത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ സന്തോഷമുള്ള ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ധനകാര്യമന്ത്രിയായിരിക്കുന്ന ഞങ്ങളുടെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വന്നത്. ആദ്യമേ അതിന് വന്നു, കോവിഡ് സമയത്ത് അത് പുറകോട്ട് പോയി. ഈ 8000 കോടിയോളം വരുന്ന പ്രൊജക്റ്റിനകത്ത് 5000 കോടിയിലധികം രൂപ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവേണ്ടത്. കേന്ദ്രത്തിൽ നിന്നൊരു പണം, ഒരു രൂപ പോലും ബഡ്ജറ്റ് സപ്പോർട്ടില്ല, ലോണില്ല, വേറെ ഏതെങ്കിലും എക്സ്റ്റേണൽ ലോണില്ല. ഇതൊന്നും ഇല്ലാതെ വന്നിട്ടും സംസ്ഥാന ധനകാര്യ വകുപ്പാണ് ഈ പണം മാനേജ് ചെയ്ത് ഈ 5000 കോടിക്ക് അടുത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തത്. അതുകൊണ്ടാണ് ആ പ്രൊജക്റ്റ് ഇപ്പോൾ യാഥാർത്ഥ്യമായത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനം വഴി. സ്വാഭാവികമായും കമ്പനിക്ക് 2000 ചില്ലാനം കോടിയാണ് അവർ മുടക്കേണ്ടത്. അവരത് മുടക്കി, അവർ കൺസെഷണർ അഗ്രിമെൻ്റ് അനുസരിച്ച്. അപ്പോൾ ഇത്തരം ഒരു പ്രൊജക്റ്റിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയായി, രണ്ടാം ഘട്ടം വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാവുന്ന തരത്തിൽ തന്നെ ഡേറ്റും വന്നിട്ടുണ്ട്. ആ സാധ്യതയുള്ളൊരു പ്രൊജക്റ്റ് സ്വാഭാവികമായും വൻ കമ്പനികൾക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന താല്പര്യം കാണും. അതിന് നിയമപരമായ ചില കാര്യങ്ങളുണ്ടല്ലോ. കൺസെഷണർ എഗ്രിമെൻ്റ് ഒപ്പിട്ടതിൻ്റെ കോപ്പി നിങ്ങളുടെ എല്ലാം ഉണ്ട്. ആ കോപ്പിയിൽ പറയുന്ന അതിൻ്റെ പ്രൊവിഷൻ അനുസരിച്ചിട്ട് ഷെയർ മറ്റൊരാൾക്ക് കൊടുക്കണമെങ്കിൽ പ്രയർ അപ്രൂവൽ ഓഫ് ദി അതോറിറ്റി വേണം. പ്രയർ അപ്രൂവൽ ഓഫ് ദ അതോറിറ്റി എന്ന് പറഞ്ഞാൽ അതോറിറ്റി സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഒരിക്കലും ഇത് ഫോർമലി വന്നിട്ടില്ല. ഇപ്പോൾ വന്നത് ഇതിനാ വാർത്ത ആദ്യമായിട്ട് പുറത്ത് കാര്യമായി വരുന്നത് ജൂൺ മാസം 1-ാം തീയതി എക്കണോമിക് ടൈംസ് വന്നു, പിന്നെ ബിസിനസ് ലൈനിൽ വന്നു, മാതൃഭൂമി റിപ്പോർട്ട് കൊടുത്തിരുന്നു, ദേശാഭിമാനി വന്നു. വാർത്ത എങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ തർക്കങ്ങളിലേക്ക് പോകണ്ട. പക്ഷേ ഇതെങ്ങനെയാണ് ഇവർക്ക് സെബിക്ക് ഇത് കൊടുക്കാൻ ധൈര്യം വന്നത്? സെബിക്ക് ഇത് കൊടുക്കാൻ ധൈര്യം വന്നത് സംസ്ഥാനത്ത് തൊട്ടുമുമ്പ് ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു. ആ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് അത് കൊടുക്കാൻ ധൈര്യം വന്നില്ലല്ലോ. ഈ ഗവൺമെൻറ്റിൻ്റെ സമയത്താണ് ധൈര്യം വന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ധൈര്യം വന്നത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു, പുതിയ മന്ത്രിസഭ വന്നു. മന്ത്രിസഭ വരുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയായിട്ട്, നിയുക്ത മുഖ്യമന്ത്രിയായിട്ട് അല്ലെങ്കിൽ മന്ത്രിയാവാൻ സാധ്യതയുള്ള ശ്രീ വി ഡി സതീശനുമായിട്ട് ഈ കമ്പനിയുടെ ആളുകൾ സംസാരിച്ചു എന്നുള്ള വാർത്തകളും യാത്രയെപ്പറ്റിയൊക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതിന് തീരുമാനമെടുക്കാൻ ഇൻഫോർമലി അനുവാദം കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാണ് സെബിക്ക് ഇവർ അപേക്ഷ കൊടുക്കുന്നത്? സെബിക്ക് അപേക്ഷ കൊടുത്തല്ലോ. സെബിക്ക് അപേക്ഷ കൊടുത്തിട്ട് ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് സെബിക്ക് അപേക്ഷ കൊടുത്തെങ്കിലും ഇനി ഇവിടെ വന്ന് അനുമതി മേടിച്ചിട്ടേ ചെയ്യാൻ പറ്റും, അനുമതി മേടിച്ചാലേ ഇത് നടത്താൻ പറ്റുമെന്നാണ്. അവിടെയാണ് ഇതിനകത്തെ ഒന്നാമത്തെ കാര്യം. ഇത് മുൻകൂട്ടി അവർ ഈ കാര്യത്തിനകത്ത് എങ്ങനെയോ അവർക്ക് ഒരു ഉറപ്പ് കിട്ടി. രണ്ടാമത്തെ കാര്യം, ഇത് ഈ പറഞ്ഞ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ മാത്രമല്ല, അതിൻ്റെ മേജർ ഷെയർ ഹോൾഡർ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയാണെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഷെയർ ബിസിനസ്സിനകത്തുള്ളവരാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന അപകടങ്ങളെപ്പറ്റി ചർച്ച ചെയ്യണം. വേണ്ടത്ര ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ടില്ല. ആ ക്ലാരിറ്റി ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ ഇല്ലാത്തത്, പ്രതിപക്ഷത്തിന് മാത്രമാണോ? മാധ്യമങ്ങൾക്ക് വേണ്ടത്ര വന്നിട്ടില്ല. AICCയുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി തന്നെ പറഞ്ഞു, ശ്രീ KC വേണുഗോപാൽ തന്നെ പറഞ്ഞു, ഇത് ഗുജറാത്ത് അല്ല, BJP ഭരിക്കുന്ന സംസ്ഥാനമല്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അദ്ദേഹമാണല്ലോ. അപ്പോൾ ആ തരത്തിൽ ഇതിന് ക്ലാരിറ്റി ഉണ്ടായില്ല എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇതിനകത്തൊരു അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു ഹേസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്. ഈ ഗവൺമെൻറ്റാണ് വന്നത്, വി ഡി സതീശൻ മുഖ്യമന്ത്രിയായ ഗവൺമെൻറ്റാണ് വന്നത്, ഞങ്ങൾ അപേക്ഷ കൊടുത്താൽ അവരനുവാദം തന്നോളും എന്നൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടോ എന്നുള്ളതാണ് ആളുകളുടെ സംശയം. അതാണല്ലോ നേരത്തെ അനുവാദം മേടിച്ചിട്ടില്ല എന്ന്. ശ്രീ വി ഡി സതീശൻ ഗവൺമെൻറ് എന്തായാലും ഞങ്ങൾക്ക് തരും, അതുകൊണ്ട് അധികാരം ഞങ്ങൾക്ക് അനുവാദം തരും എന്നുള്ള ഒരു ധൈര്യമില്ലെങ്കിൽ കൊണ്ട് ഇക്കാര്യം ചെയ്യുമോ? നിയമപരമായ പ്രശ്നം മാത്രമല്ല, സാങ്കേതികമായ മറ്റു കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നൊരു വാർത്ത വന്നിട്ടുണ്ടല്ലോ, 150 കിലോമീറ്ററിനകത്ത് ഉള്ള തുറമുഖങ്ങളുമായിട്ടുള്ള 2 സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികൾ വരാൻ പാടില്ല, അതിന് വയലേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള വാർത്തകൾ വരുന്നു. അതുമാത്രമല്ല, ഇതൊരു മോണോപ്പൊളൈസ് ചെയ്യുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ബിസിനസ്സിനെ ബാധിക്കുമോ? എല്ലാ ഇൻ്റർനാഷണൽ കാരിയേഴ്സും അടുക്കാൻ പറ്റുന്ന, അവർക്ക് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു തുറമുഖമായിട്ട് ഈ തുറമുഖം നിൽക്കുകയോ തുടങ്ങിയ കാര്യങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സുതാര്യമായിട്ട് ചർച്ച ചെയ്യാതെ ഇങ്ങനെ ചെയ്യാനൊരു ധൈര്യം എങ്ങനെ കിട്ടി? അതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഗ്യാരണ്ടിയാണ്. വി ഡി സതീശൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ അപേക്ഷ കൊടുത്താൽ
നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ തന്നെ കൊടുത്താലും അനുവാദം കിട്ടും എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട് എന്ന് അവർക്ക് തോന്നുന്ന തരത്തിലാണ് കാര്യങ്ങൾ എന്നാണ് വന്നത്. അതാണ് അതിനകത്ത് പ്രശ്നം.